ആത്മീയ ജീവിതത്തിലെ മറ്റൊരു പ്രധാന ഘടകമാണ് ശ്വാസം. ശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ധാരാളം കേൾക്കുന്നതാണ്. എക്സസൈസുകൾ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞ് കുറേ എക്സസൈസുകൾ ഒക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനം ശ്വാസമാണ്. ഈ എക്സസൈസിൻ്റെ ഈ പ്രത്യേക എക്സസൈസിൻ്റെയൊക്കെ ആരോഗ്യ പരിചരണത്തിൻ്റെയൊക്കെ പ്രധാന ഘടകമായിട്ട് വരുന്ന ശ്വാസ നിയന്ത്രണമാണ്. ശ്വാസം വലിച്ചാണ് അല്ലെങ്കിൽ ശ്വാസം നിശ്വസിച്ചും ഒക്കെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു എക്സസൈസ് ഇരിക്കുന്നത്. സത്യത്തിൽ ഈ ശ്വാസത്തെ നമ്മൾ വളരെയധികം സൂക്ഷ്മമായി കൈകാര്യം ചെയ്തില്ല എങ്കിൽ അതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് തിന്മയുടെ ശക്തികൾ കടന്നു കയറും. അത് പിന്നീട് നമ്മുടെ ബുദ്ധിയെയും ആത്മാവിനെയും മരവിപ്പിക്കും. അതെല്ലാവരും പറയാം ഇത് എക്സസൈസാണ്, ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പറയുമെങ്കിലും അത് ഫലത്തിൽ അത് ആത്മാവിനെയാണ് ബാധിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രത്യേകതരം ഈ എക്സസൈസ് ചെയ്യുന്ന ആളുകളെ, അവരുടെ മുഖം നോക്കുമ്പോൾ ഒരു തലയൊട്ടിയുടെ ഒരു ഷേപ്പാണ് എനിക്ക് തോന്നിക്കുന്നത്. എൻ്റെ മുമ്പിൽ വരുന്നു ഒരു തലയൊട്ടി വന്ന് നിൽക്കുന്നു. അതാണ് ഈ എക്സസൈസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് തിന്മയുടെ വലിയ സ്വാധീനമുള്ള സംഭവമാണ്. ഈ ശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കണ്ണുകളുടെ കാര്യവും കൈകാലുകളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ വളരെ ഏറ്റവും പ്രധാനമുള്ള ഇതൊന്നും നമുക്ക് പ്രധാനമല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ തന്നെയും ഇവയേക്കാൾ ഏറ്റവും ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഒന്ന് കാഴ്ചയും മറ്റൊന്ന് ശ്വാസവുമാണ്. ശ്വാസത്തിലൂടെ നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിലൂടെ തിന്മയുടെ ശക്തികൾ, അന്തരീക്ഷ ശക്തികളുടെ അധീശൻ എന്ന് പൗലോസിക വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അന്തരീക്ഷ ശക്തികളുടെ അധീശന്മാരെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ, ചില പ്രത്യേക എക്സസൈസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. അത് നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ മരവിപ്പിക്കും. നമുക്ക് ഫിസിക്കലി നമുക്ക് കുറേ ഉന്മേഷമൊക്കെ തോന്നിയേക്കാം. എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തിട്ടില്ല, തോന്നിയേക്കാം. എന്നാലും അത് പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്യുന്ന, ആക്രമിക്കുന്നത്, ബാധിക്കുന്നത് ആത്മാവിനെയാണ്. പിന്നീട് ഈശോയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും മനസ്സിലാകുകയില്ല. അത് വെറുതെ ഇങ്ങനെ കേട്ടങ്ങ് പോകുള്ളൂ. ആത്മാവും മരവിച്ചു പോവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ മുഖത്ത് തന്നെ അല്ലെങ്കിൽ അവരുടെ ആത്മീയ ചൈതന്യം തന്നെ വേറൊരു രീതിയിലേക്ക്, അതായത് തലയൊട്ടിയുടെ ഒരു ഇതാണ് എനിക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ തോന്നിക്കുന്നത്. ഈ ശ്വാസത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തിയിൽ പറയുന്നുണ്ട്. ജീവശ്വാസം ഊതി അല്ലെങ്കിൽ നിശ്വസിച്ചു എന്നൊക്കെയാണ് പറയുന്നത്, ജീവശ്വാസം. അതുപോലെ തന്നെ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ രണ്ട് തരം വായുക്കളെക്കുറിച്ച്, രണ്ട് തരം ശ്വാസത്തെക്കുറിച്ച് പറയുന്നു. ജീവശ്വാസമേ ഈ നിഹിതന്മാരിൽ പ്രവേശിക്കുമെന്നൊക്കെ എസെക്കിയേലിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഈ കൊട്ടേഷൻ നമ്പറുകളൊന്നും പറയാത്തതിൻ്റെ കാരണം ആവശ്യമുള്ളവൻ കണ്ടുപിടിച്ചോട്ടെ, അങ്ങനെയെങ്കിലും കൃത്യമായിട്ട് ഡീപ്പായിട്ട് ആഗ്രഹത്തോടെ ബൈബിൾ വായിക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ എല്ലാത്തിൻ്റെയും കൊട്ടേഷൻ നമ്പർ സഹിതമൊന്നും പറയാത്തത്. അപ്പോൾ ഈ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ ജീവശ്വാസമേ ആകാശത്ത് 4 കോണുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാരിൽ പ്രവേശിക്കൂ എന്ന് ജീവശ്വാസത്തോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ശ്വാസമാണിത്, മരണത്തിൻ്റെ ശ്വാസമാണത്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം എക്സസൈസാണെന്നും പറഞ്ഞ് എല്ലാം ഇങ്ങനെ ചെയ്യരുത്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, അതും എനിക്കറിയാം. ഇതെല്ലാം ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവവും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞതോ കേട്ടതോ വായിച്ചതോ അങ്ങനെ ഒന്നും അല്ല ഈ പറയുന്നത്. അപ്പോൾ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ ജീവശ്വാസം എന്ന് തന്നെയാണ് പറയുന്നത്. ജീവൻ ശ്വാസം എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുന്ന ശ്വാസം. അതാരാണ്? പരിശുദ്ധാത്മാവാണ്. പിന്നെ ബൈബിൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ബൈബിളിൽ ജീവശ്വാസം എന്ന് പറഞ്ഞാൽ